ഞെട്ടിക്കുന്ന നടുക്കുന്ന ഒരു സർവേ ഫലമാണ് നമ്മുടെ രാഹുൽ മാങ്കുളത്തിന് എത്ര വോട്ട് കിട്ടും. പാലക്കാടിൽ 4 സ്ഥാനാർത്ഥികളെ വെച്ചിട്ടാണ് നമ്മൾ സർവേ റെഡിയാക്കിയത്. ഒന്ന് LDFിൻ്റെയും BJPയുടെയും പിന്നീട് നമ്മുടെ കോൺഗ്രസിൻ്റെയും അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ 4-ൽ ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുക, അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു മഹാനടിക്ക് ഒരു അവാർഡ് കൊടുക്കണ്ടേ? ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്താ അല്ലേ, അവർക്ക് ഏറ്റവും വലിയൊരു അവാർഡ് കൊടുക്കണമെന്ന് ഞാൻ പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇന്നൊരു വാർത്ത വന്നു, നിങ്ങൾ നോക്കൂ. അതായത് ആരോഗ്യമന്ത്രിക്ക് മറ്റേ ശസ്ത്രക്രിയ വേണ്ടത്രേ. എന്താണല്ലേ സത്യം പറഞ്ഞാൽ, ഇതൊക്കെ കോമഡി ആണോ ആരോഗ്യമന്ത്രി? നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങളുടെ പാർട്ടി പറയുന്നതായിരിക്കും ഇങ്ങനെ കിടക്കാനൊക്കെ പോയിട്ട്. നാണവും മാനവും ഇത്തിരി എളുപ്പമുണ്ടോ? നിങ്ങൾ ഞങ്ങളുടെ ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യമന്ത്രി ആയിരിക്കെ നിങ്ങൾ പാർട്ടി പറയുന്നത് കേൾക്കാൻ പാടില്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് നിങ്ങൾ നിൽക്കണം. ഓക്കെ, ആരോഗ്യമന്ത്രിക്ക് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. അതാദ്യം ഞാൻ വായിച്ചു തരാം. മലയാള സിനിമയ്ക്ക് ഒരു മഹാനടനെ സംഭാവന ചെയ്ത ജില്ലയാണ് ഞങ്ങളുടെ പത്തനംതിട്ട. നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഇന്ന് അതേ പത്തനംതിട്ട മലയാളത്തിന് ഒരു മഹാനടിയെ സംഭാവന ചെയ്തു. അത് വീണ ചേച്ചി. അല്ലെങ്കിലും അല്ലേ വീണ ചേച്ചി? വീണ ചേച്ചി, നിങ്ങൾ LDFിൻ്റെ വലിയ മന്ത്രി ആയിരിക്കും, നേതാവായിരിക്കും, എന്തുമായിക്കട്ടെ. വീണ ചേച്ചി, നിങ്ങളൊരു ആരോഗ്യമന്ത്രിയാണ്. ഓക്കെ, ആരോഗ്യമന്ത്രി ആയിരിക്കും. നിങ്ങൾക്ക് പാർട്ടി തന്നെ, ജനങ്ങളെ നിങ്ങൾ സേവിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു എതിർപ്പ് വരുമ്പോൾ എന്നെ അടിച്ചു, എന്നെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് അല്ല ആവേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശം എന്ന് പറഞ്ഞാൽ, ഇതേ ആരോഗ്യമന്ത്രിയുടെ ഒരു വൃത്തികെട്ട ഭരണം കൂടി നമുക്കൊന്ന് കണ്ടു നോക്കണ്ടേ? ആരോഗ്യമന്ത്രി ഒരാഴ്ചയ്ക്ക് മുമ്പ് പ്രസംഗിച്ച ഒരു പ്രസംഗമാണ്, വിട്ടിത്തരമാണ് പറയുന്നത്. അത് നിങ്ങൾ കേൾക്കണം. ഓക്കെ, അവിടുത്തെ ആംബുലൻസ് ഡ്രൈവർ ഒരു രാത്രിയിലോ പകലോ ഒരു പേഷ്യന്റിനെ അവിടേക്ക് എത്തിച്ചാൽ എത്രയാ രൂപ എന്നറിയാമോ? 2 ആശുപത്രികളുടെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞു, അവിടെ 10,000 രൂപ, ഒരിടത്ത് വൗച്ചർ കൊടുക്കും 10,000 രൂപ. ഒരു രാത്രി 5 പേഷ്യൻസിനെ എത്തിച്ച 50,000 രൂപ എവിടെ നിന്ന് ഈടാക്കും? പേഷ്യന്റിന്റെ ബില്ലിൽ നിന്ന് ഈടാക്കും. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രികൾ നൽകുന്നത് 5,000 രൂപ. ഇത് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞാണ് കേട്ടോ, ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞാണ്. അതിന് പ്രത്യേക കൗണ്ടർ ഉണ്ട് എന്നുള്ളത്. ഇത് ഈടാക്കുന്നത് രോഗികളുടെ ബില്ലിൽ നിന്ന് ഈടാക്കും. ആരോഗ്യമന്ത്രിയോട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറയുകയാണ്, ഞങ്ങൾ പാവങ്ങളായ രോഗികൾ വരുമ്പോൾ കുറെ പൈസ ഞങ്ങൾ മേടിക്കുന്നുണ്ട് എന്ന്. ആരോഗ്യമന്ത്രി, നിങ്ങൾ അതിന് എന്തുകൊണ്ട് നടപടി എടുത്തിട്ടില്ല? നിങ്ങൾ ആരോഗ്യമന്ത്രിയല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് അത് സമൂഹത്തിൽ വിളിച്ച് പറഞ്ഞിട്ട് വലിയ കേസാക്കിയിട്ടില്ല? നിങ്ങളല്ലേ ആരോഗ്യമന്ത്രി? നാണമുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശം. CPMകാരാ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കുരുപൊട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് പേഴ്സണലി നിങ്ങളുടെ കുറേ ആൾക്കാർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് പിണറായി വിജയനെ തെറി വിളിക്കുന്നത് കൊണ്ട്. വെറുതെ അല്ല തെറി വിളിക്കുന്നത്, ഇങ്ങനത്തെ വർത്താനം കണ്ടാൽ തെറി വിളിക്കാതിരിക്കോ? ഒന്നും കൂടി പേടിക്കാതെ പറയുകയാണ്, പിണറായി വിജയൻ 3ാമത് കേരളം ഭരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എങ്ങോട്ടെങ്കിലും ഓടേണ്ടി വരും, ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഓക്കെ, വേറൊന്നും എനിക്ക് പറയാനില്ല. അപ്പം എന്തായാലും ഞെട്ടിക്കുന്ന സർവേ ഫലം നമുക്ക് നോക്കാം. ആകെ മൊത്തം 1,40,000 അല്ലെങ്കിൽ 1,35,000 വോട്ടാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. ഏകദേശം 72-73% പോളിംഗ് ആണ് അവിടെ എല്ലാ വർഷവും രേഖപ്പെടുത്തുന്നത്. ബാക്കിയൊക്കെ പ്രവാസികളാണ്. അപ്പോൾ ഈ 1,35,000 വോട്ടിൽ എത്ര രാഹുലിന് കിട്ടും? 39,764 വോട്ടാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ ഒരു പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെ നമ്മുടെ രാഹുലിന് കിട്ടുന്നത്. രാഹുലിൻ്റെ മനസ്സറിഞ്ഞ് 39,000 പേർ രാഹുലിന് വോട്ടിടും. നേരെ മറിച്ച് അവിടെ 2ാം സ്ഥാനത്ത് വരുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ഓക്കെ, ശോഭാ സുരേന്ദ്രന് അവിടെ ബി ജെ പിയിൽ അതായത് മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. നമുക്ക് കിട്ടിയത് 35,475 വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ കിട്ടാൻ പോകുന്നത്. അതിനുശേഷം കോൺഗ്രസ് രാഹുലിന് സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പിഷാരടിയാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 31,468 വോട്ട് പിഷാരടി കിട്ടും. പിന്നീട് LDFിൻ്റെ ആരെന്ന് അറിഞ്ഞിട്ടില്ല, സരിൻ്റെ പേരിട്ടാണ് നമ്മൾ സർവേ കൊടുത്തത്. 27,645 വോട്ടാണ് സരിന് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് നിന്ന് അവിടെ ജയിക്കുമെന്നാണ് ഈ ഒരു സർവേ ഫലത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. കോൺഗ്രസ് ഞെട്ടുകയാണ്, കോൺഗ്രസിൻ്റെ ചില ആൾക്കാർ. അതായത് ഞാനൊരു കാര്യം പറയാം, ഈ വീഡിയോ കാണുന്നവരെ, നിങ്ങൾ പാലക്കാടിലേക്ക് പോകുന്നവരാണെങ്കിൽ അവിടെ സാധാരണക്കാരായ അമ്മമാരോട് 2-3 ചോദ്യം ചോദിക്കൂ. നിങ്ങൾ ആർക്കാണ് വോട്ടിടുന്നത്? ആ അമ്മമാർ പറയുന്ന ഉത്തരം, ഞങ്ങൾ ഇന്നലെ വരെ BJPയിലായിരുന്നു, അല്ലെങ്കിൽ ഇന്നലെ വരെ കോൺഗ്രസിലായിരുന്നു, CPMലായിരുന്നു. പക്ഷേ രാഹുൽ നിന്ന് കഴിഞ്ഞാൽ അത് കോൺഗ്രസിലാകട്ടെ, CPMലാകട്ടെ, BJPയിലാകട്ടെ, സ്വതന്ത്രനാകട്ടെ, രാഹുൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ രാഹുലിന് വോട്ടിടുമെന്നാണ് അവിടുത്തെ സാധാരണക്കാർ പറയുന്നത്.
നിങ്ങൾ തന്നെ നോക്കൂ. ഇപ്പൊ രാവിലെ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഓടുന്ന ഗ്രൗണ്ട്. ആ ഓടുന്ന ഗ്രൗണ്ടിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഏകദേശം 100 പേരോട് ചോദിക്കുന്നുണ്ടെങ്കിൽ 75 പേരും പറഞ്ഞത് രാഹുൽ എന്നാണ്. കാരണം അദ്ദേഹത്തെ വളഞ്ഞിട്ടാണ് ആക്രമിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത ആ മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത്? ആ അക്രമം കൊണ്ടാണ് പാലക്കാടിലെ ചുണക്കുട്ടികൾ രാഹുലിന് സപ്പോർട്ട് കൊടുക്കാനുള്ള കാരണമൊക്കെ. അപ്പോൾ കെ സുധാകരൻ നട്ടലോട് കൂടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു വീഡിയോ ആണ്, അത് നിങ്ങൾ കാണണം. ഓക്കെ, നമ്മളെ കുട്ടികൾക്കൊന്നും ഒന്നിനും പ്രശ്നവും വരില്ല. അതിനെന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ വീട് ഭരിക്കുന്നത് ഞാനായിരിക്കും. ധൈര്യമായിട്ട് ഒരു തരത്തിലും പേടിക്കണ്ട. ധൈര്യമായിട്ട് നമുക്ക് പോകും. ഇതാണ് കെ സുധാകരൻ. ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ രാഹുലിന് കള്ളക്കേസ് വന്നപ്പോൾ എല്ലാവരും രാഹുലിന്റെ കൈവിട്ടപ്പോൾ ശശി തരൂരും കെ സുധാകരനുമാണ് നമ്മുടെ രാഹുലിനൊപ്പം ഉണ്ടായത്. അതായത് ശശി തരൂർ പിന്നിലെങ്കിൽ നമ്മുടെ രാഹുലിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തത് കെ സുധാകരനാണ്. കെ സുധാകരൻ എല്ലാവരോടും, വി ഡി സതീശനോടും ഷാഫി പറമ്പിലിനോടും രമേശ് ചെന്നിത്തലയോടും പറഞ്ഞത് അദ്ദേഹം ഒരു യുവാവാണ്. അദ്ദേഹത്തെ എല്ലാ ദിവസവും പെൺകുട്ടികൾ മെസ്സേജ് അയച്ച് വാടാ രാഹുലെ, ഞാൻ ഫ്ലാറ്റ് ബുക്ക് ചെയ്ത് രാഹുലെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പോയിക്കൂലേ? പോവും. ഞാനൊരു കാര്യം പറയുകയാണ്, ഈ വീഡിയോ കാണുന്ന ആണുങ്ങളോടൊരു കാര്യം പറയുകയാണ്. എടാ ആണുങ്ങളെ, രാഹുലിനെ വിമർശിക്കുന്ന ആണുങ്ങളെ, നിങ്ങൾക്കൊരു പെണ്ണ് എല്ലാ ദിവസവും മെസ്സേജ് അയക്കുന്നു. രാത്രി 12 മണിയോ രാത്രി 11 മണിക്ക് എല്ലാ ദിവസവും മെസ്സേജ് അയക്കുന്നുണ്ട്. എടാ ഞാനൊരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തു, ഒന്ന് വരോടാന്ന് നിങ്ങളോടൊരു പെൺകുട്ടി എല്ലാ ദിവസവും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോവൂലേ? നിങ്ങൾ പറയണം, ഉത്തരം പറയണം. പോകുന്നത് തെറ്റാണ്, പോകുന്നതിന് സപ്പോർട്ടല്ല ഞാൻ കൊടുക്കുന്നത്. ഇവിടെ രാഹുലിനെതിരെ വന്ന 3ാമത്തെ കേസിലെ അതിജീവിത എന്ന് പറയുന്ന ആ പെൺകുട്ടി, അവളുടെ ചാറ്റ് പുറത്തു വന്നപ്പോൾ രാഹുലിനെ അവളാണ് വിളിക്കുന്നത്. രാഹുൽ പോയിട്ടില്ല, അത് വേറെ സംഗതിയാണ്. രാഹുൽ പോവാത്തതിന് അവൾ പോയി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തതാണ്, അത് വേറെ സംഗതിയാണ്. ഞാൻ പറയട്ടെ, 3ാമത് കേസ് കൊടുത്ത ആ പെണ്ണ് എല്ലാ ദിവസവും രാഹുലിനെ വിളിക്കുകയാണ്. രാഹുലെ ബാടാ രാഹുലെ, ഞാൻ ഫ്ലാറ്റ് ബുക്ക് ചെയ്തു രാഹുലെ എന്ന്. അങ്ങനെ പാവം ആദ്യ കേസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ആദ്യ കേസിനും ഇതേ ട്രെൻഡാണ്. രാഹുലിനെ എല്ലാ ദിവസവും ആദ്യ കേസിലെ ആ അതിജീവിത വിളിക്കുകയാണ്. മനുഷ്യന്മാരല്ലേ, നമ്മുടെ രാഹുൽ പോവുകയാണ് പാപം ആദ്യ കേസിലെ. അതായത് അവളെ വിവാഹം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ല അറിഞ്ഞത് ഇത് വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണാണ്, വീട്ടിൽ ഭർത്താവുണ്ടത്. എന്താവും രാഹുൽ? ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ രാഹുലിന്റെ കരിയറാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്. നിങ്ങൾക്ക് എന്ത് കിട്ടും സഹോദരന്മാരെ? നമ്മുടെ രാഹുലിനെയും കുടിക്കുക. നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? റിണി സെഹനാസിനോട് ഒരു കാര്യം പറയും, കെഞ്ചുകയാണ് സെഹനാസ് ഒരു സീറ്റിന് വേണ്ടി. കൊടുക്കുന്നില്ലെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. രാഹുലിനെ കുടുക്കിയപ്പോൾ ഈ സെഹനാസ് വിചാരിച്ചത് കോൺഗ്രസ് എൻ്റെ ഒപ്പം നിൽക്കുന്നാണ്. പിന്നെ നമുക്ക് കിട്ടിയ ചെറിയൊരു വിഷയം, കോൺഗ്രസ് നമ്മുടെ രാഹുലിനൊപ്പമാണുള്ളത്. അതുകൊണ്ട് നമ്മളാരും പേടിക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസ് 2 കൈയും കൊടുത്ത് നമ്മുടെ രാഹുലിനൊപ്പമാണുള്ളത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, പിണറായി വിജയനെ എനിക്ക് പേഴ്സണലി എന്തൊക്കെ ഭീഷണിയാണ് പറഞ്ഞാൽ പറ്റൂല. അതായത് ഞാൻ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഞാൻ കണ്ണൂർ പിലാത്തറയിലായിരുന്നു. ഓക്കെ, അവിടെ ഞാനൊരു റൂമും കാര്യങ്ങളൊക്കെ എടുത്ത്, അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് കുറച്ച് ഞാൻ യൂസ് ചെയ്ത ഫുഡിൻ്റെ പ്ലാസ്റ്റിക് ഞാൻ അവിടെ കളയാൻ മറന്നുപോയി, അവിടെ വെച്ചു. അപ്പം ഞാൻ കോൺഗ്രസിനും മറ്റേ ഈ രാഹുലിനും സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് അയാൾ എനിക്ക് മെസ്സേജ് പറയുകയാണ്, ഞാൻ CPMകാർക്ക് വേണ്ടി കൊട്ടേഷൻ കൊടുക്കുകയാണ്. CPMൻ്റെ പ്രസിഡന്റിനും മറ്റേ ജില്ലാ സെക്രട്ടറിക്കും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനും അയാൾ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. അവർ വേസ്റ്റ് എടുക്കാത്തതിൻ്റെ പേരിൽ. കൊടുത്തോ പറഞ്ഞാൽ എന്ത് നിനക്ക് പറ്റുന്ന നീ ചെയ്യും ഞാൻ പറഞ്ഞു. എന്താണല്ലേ, ഭയങ്കര പ്രശ്നമാണ് രാഹുലിന് സപ്പോർട്ട് കൊടുക്കുന്നത് കോൺഗ്രസിന്. നമ്മളിപ്പോൾ ഞാൻ നല്ലതിനാണ്, ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത്. 3ാമത് പിണറായിക്ക് നിങ്ങൾ വോട്ടിട്ട് ജയിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കും? 5 വർഷം ഭരണം മാറട്ടെ എന്ന് അങ്ങനെയല്ലേ വേണ്ടത്. ഇപ്പോൾ കേന്ദ്രത്തിലായാലും ഒരു 5 വർഷമാകുമ്പോൾ 5 വർഷം കോൺഗ്രസ് ഭരിക്കട്ടെ, 5 വർഷം BJP ഭരിക്കട്ടെ. ഇപ്പം ഞാൻ പറയുന്നില്ല ജീവിതകാലം മുഴുവനും കോൺഗ്രസ് ഭരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയൂല. 5 വർഷം ഭരിക്കുന്നതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു നിയമം, അതിൻ്റെതായിട്ടുള്ള ഒരു ശരിയും. ഇതിപ്പോൾ എന്തായാലും ഒരു 10 വർഷം, പിന്നെ അടുത്ത 10 വർഷം കോൺഗ്രസ് തന്നെ കിട്ടും, അത് വേറെ സംഗതിയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, പിണറായിക്ക് വോട്ടിടുമ്പോൾ ഇത്തിരിയെങ്കിലും ചിന്തിച്ച് വേണം വോട്ടിടാൻ. ഓക്കെ, അല്ലാതെ പിണറായി LDFകാർ വെട്ടിക്കൊലപ്പെടുത്തും. എന്നോട് കുറേ പേര് പറയുന്നുണ്ട്, ബ്രോ LDFിനെ തൊട്ട് കളിക്കണ്ട, അവർ കത്തി കൊണ്ടാണ് കളിക്കുന്നത്. തീർക്കട്ടെടാ, 3 ദിവസത്തെ ദുനിയാവിൽ നമ്മൾ എന്തിനു പേടിക്കണം? ആരെ പേടിക്കണം? ഇനിയും സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും, രാഹുലിന് ഇനിയും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും തൽക്കാലം മൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.